ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ ഉയരുന്നത് കേവലം തിരമാലകളല്ല, മറിച്ച് ആഗോള സാമ്പത്തിക ക്രമത്തെയും സമാധാനത്തെയും തകിടം മറിക്കാൻ പോന്ന യുദ്ധസമാനമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയുടെ കനലുകളാണ്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ ജലപാതയ്ക്ക് മേൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ നാവിക ഉപരോധം അഥവാ ബ്ലോക്കേഡ് കേവലം ഇറാൻ എന്ന രാജ്യത്തെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല. പസഫിക് മുതൽ അറ്റ്ലാന്റിക് വരെയുള്ള വ്യാപാര കപ്പലുകളുടെ സുഗമമായ സഞ്ചാരത്തെയും അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയെയും മുൾമുനയിൽ നിർത്തുന്ന ഒന്നായി ഇത് മാറിയിരിക്കുന്നു. ഇറാന്റെ വരുമാന സ്രോതസ്സുകൾ പൂർണ്ണമായും അടച്ചുകളയുക എന്ന ലക്ഷ്യത്തോടെ ട്രംപ് ഭരണകൂടം നടപ്പിലാക്കുന്ന ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നയതന്ത്ര മര്യാദകളുടെയും അതിർവരമ്പുകൾ ഭേദിക്കുന്നതാണോ എന്ന ചർച്ച ലോകമെമ്പാടും ഇപ്പോൾ സജീവമാണ്. US നാവികസേനയുടെ 2022 നേവൽ ഓപ്പറേഷൻസ് മാനുവലിൽ ഉപരോധത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഒരു ശത്രുരാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളതോ അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥതയിലുള്ളതോ ആയ തുറമുഖങ്ങളിലേക്കും വ്യോമത്താവളങ്ങളിലേക്കും കപ്പലുകളും വിമാനങ്ങളും പ്രവേശിക്കുന്നതും പുറത്തു പോകുന്നതും തടയുന്ന സൈനിക നടപടിയാണ് ഇത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ വിലക്ക് ശത്രുരാജ്യത്തിൻ്റെ കപ്പലുകൾക്ക് മാത്രമല്ല, മറിച്ച് നിഷ്പക്ഷ രാജ്യങ്ങളുടെ കപ്പലുകൾക്കും ഒരുപോലെ ബാധകമാണ് എന്നതാണ്. അതായത് ഒരു രാജ്യം ഇറാൻ്റെ തീരത്തേക്ക് വ്യാപാര ആവശ്യങ്ങൾക്കായി പോകാൻ ശ്രമിച്ചാൽ പോലും അമേരിക്കൻ നാവികസേന അത് തടയാൻ നിയമപരമായി ബാധ്യസ്ഥരാകും. US സെൻട്രൽ കമാൻഡ് അതായത് സെൻകോം ഇതിനകം തന്നെ നാവികർക്ക് ഇത് സംബന്ധിച്ച് കർശന നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഇറാൻ വാദിക്കുമ്പോൾ തങ്ങളുടെ സുരക്ഷയ്ക്കും ആഗോള വിപണിയുടെ സുസ്ഥിരതയ്ക്കും വേണ്ടിയാണ് ഈ നടപടിയെന്നാണ് അമേരിക്ക തിരിച്ചടിക്കുന്നത്. ഒരു സമയത്ത് ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കാൻ ഇറാനെ ഭീഷണിപ്പെടുത്തിയിരുന്ന അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ അത് അടച്ചിടാൻ ഉത്തരവിട്ടിരിക്കുന്നത് എന്നത് ചരിത്രത്തിലെ കൗതുകകരമായ ഒരു വൈരുദ്ധ്യമാണ്. മുൻപ് ഇറാൻ ഈ കടലിടുക്ക് അടച്ചപ്പോൾ ആഗോള ഇന്ധന വിപണിയിലുണ്ടായ തകർച്ച പരിഹരിക്കാൻ അമേരിക്ക ഇടപെടുമെന്ന് വാദിച്ച ട്രംപ് പിന്നീട് ആ ഉത്തരവാദിത്തം മറ്റ് രാജ്യങ്ങൾ ഏറ്റെടുക്കട്ടെ എന്ന നിലപാട് സ്വീകരിച്ചു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു. ഇറാന്റെ ഭരണകൂടത്തിന് എണ്ണ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ഓരോ ഡോളറും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും സൈനിക ശാക്തീകരണത്തിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് ട്രംപ് ഉറച്ചു വിശ്വസിക്കുന്നു. ഹോർമൂസിലൂടെ കടന്നു പോകുന്ന ഓരോ കപ്പലിൽ നിന്നും $20 ലക്ഷം വീതം നികുതി ഈടാക്കാനുള്ള ഇറാന്റെ വിവാദപരമായ തീരുമാനം വന്നതോടെയാണ് ട്രംപ് തൻ്റെ നിലപാട് കടുപ്പിച്ചത്. സമുദ്ര ഗതാഗത സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഈ നീക്കത്തിന് മറുപടി നാവിക ഉപരോധം തന്നെയാണെന്ന് അദ്ദേഹം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഈ ഉപരോധം നിലവിൽ വന്നതോടെ ഹോർമൂസ് കടലിടുക്ക് ഒരു യുദ്ധക്കളത്തിന് സമാനമായ നിശബ്ദതയിലായിരിക്കുകയാണ്.